അര ബക്കറ്റ് വെള്ളം കൊണ്ട് ഒരു കാറ് മുഴുവൻ കഴുകി തുടയ്ക്കാമെന്ന് പറഞ്ഞാലോ? എന്നാൽ കേട്ടോളൂ, ഇത് സത്യമാണ്. ഈസിയായി ചെയ്യാവുന്ന 400-500 കഴുകാൻ കൊടുക്കുന്ന പണമുണ്ടെങ്കിൽ ഒരാഴ്ചയിൽ നിങ്ങൾ എത്ര പണം കളയുന്നുണ്ടാവും? ഇത് ഈസിയായി ചെയ്യാൻ കഴിയുന്ന ഒരു രീതിയാണ്. നിങ്ങളൊരു തുണി എടുക്കുക, അല്ലെങ്കിൽ കാറ് കഴുകുന്ന ഒരു ചവിട്ടി പോലെ ഉള്ള തുകലായിട്ടുള്ളൊരു തുണി കിട്ടും, അതായാൽ ഏറെ സൗകര്യം. അല്ലെങ്കിൽ സാധാരണ ഒരു ബനിയൻ ക്ലോത്തോ ഏതെങ്കിലും ഒന്ന് എടുക്കുക. എന്നിട്ട് വെള്ളത്തിൽ മുക്കി, ഇടയ്ക്കിടെ വെള്ളത്തിൽ മുക്കിക്കൊണ്ട് കാറിൻ്റെ ചളിയായ ഭാഗങ്ങളൊക്കെ വളരെ ഉരസാതെ മെല്ലെ അതിൻ്റെ മുകളിലൂടെ തുടച്ചെടുക്കുക. എല്ലായിടവും ഇങ്ങനെ തുടച്ചെടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഒരു സംശയം, കാറിൻ്റെ വര വീഴില്ലേ, കാറിൻ്റെ നിറം പോവില്ലേ എന്നാവും. ഞാൻ ഒരു 10 വർഷത്തോളമായി ഇതേ പ്രവൃത്തി ഓരോ കാറിലും ചെയ്യാറുണ്ട്. പക്ഷേ ഒരു വരയും ഒരു പോറലോ ഒന്നും ഏൽക്കില്ല. ഇടയ്ക്കിടെ വെള്ളം മുക്കിയിട്ട് തുടയ്ക്കണം ഈ ചളിയുള്ള ഭാഗങ്ങൾ ആദ്യമായി. അതിൻ്റെ ഓരോ ഭാഗങ്ങളും ഇതേപോലെ വെള്ളത്തിൽ മുക്കുക. എന്നിട്ട് ആ ചളിയുള്ള ഭാഗങ്ങളൊക്കെ തുടയ്ക്കുക. ചില്ലും മുകൾ ഭാഗവും ഇതിൻ്റെ പിൻഭാഗവും എല്ലാം തുടയ്ക്കുക. എല്ലാം തുടച്ചു കഴിഞ്ഞാൽ അവസാനത്തെ ആ വെള്ളം കൊണ്ട് അതിൻ്റെ ടയറിലെ വീലുകളുടെ കപ്പ് ഒന്ന് കഴുകി തുടയ്ക്കുക. എന്നിട്ട് ആ വെള്ളം ഒന്ന് ഒഴിവാക്കി അര ബക്കറ്റ് വെള്ളം കൂടി ഉപയോഗിക്കുക. അത് നല്ല വെള്ളമായിരിക്കണം. എന്നിട്ട് നമ്മുടെ തുണി ഒന്ന് നല്ലപോലെ ആദ്യത്തെ വെള്ളത്തിൽ പിഴിഞ്ഞ് വൃത്തിയാക്കിയത് ഒന്നുകൂടി ഒന്ന് പിഴിഞ്ഞ് നല്ലപോലെ പിഴിഞ്ഞ ശേഷം ഈ തുടച്ച ഭാഗത്തെല്ലാം ഈ പിഴിഞ്ഞ തുണി കൊണ്ട് നല്ല പോലെ വൃത്തിയാക്കി തുടയ്ക്കുക. ഇത് ഒരു പ്രാവശ്യം ചെയ്താൽ തന്നെ കാറ് നല്ലപോലെ വൃത്തിയായിട്ടുണ്ടാവും. ഒന്നുകൂടി ചെയ്താൽ വളരെ നിറം വെച്ചതായിട്ട് കാണുകയും ചെയ്യും. ഇനി നിങ്ങൾക്ക് പോളിഷായിട്ട് കാണണമോ? എന്നാൽ ഒരു പാടുമില്ല. ആദ്യം വെള്ളം കൊണ്ട് തുടച്ചു, പിന്നെ നമ്മൾ അത് പിഴിഞ്ഞ് തുടച്ചു. മൂന്നാമതായി നിങ്ങൾ നനവില്ലാത്ത ഒരു പോളിസ്റ്റർ തുണി എടുക്കുക. വെള്ളയോ അല്ലെങ്കിൽ പോളിസ്റ്റർ തുണിയോ എടുക്കുക. അത് നല്ലപോലെ ഒന്ന് ഉരുട്ടി ഉണ്ടയാക്കുക. എന്നിട്ട് രണ്ടാമത് തുടച്ച ശേഷം എല്ലാ ഭാഗത്തും ഇതുകൊണ്ടൊന്ന് ഉരസിയാൽ കാറിന് നല്ല തിളക്കം കിട്ടും. ഒരു പോളിഷും വേണ്ട, ഇതിലേക്ക് ഒരു ഷാമ്പുവോ ഒന്നും വേണ്ട. ഇങ്ങനെ ചെയ്താൽ നിറം വയ്ക്കുമോ എന്നതായിരിക്കും നിങ്ങളുടെ സംശയം. വെറുതെ ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. വീട്ടിൽ അര ബക്കറ്റ് വെള്ളമൊന്നും ഇല്ലാത്ത ആളുകളുണ്ടാവില്ലല്ലോ. പിന്നെ മടിയാണ് പ്രശ്നമെങ്കിൽ ഇതിന് നിവൃത്തിയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ കാറ് കഴുകാൻ ആകെ 20 മിനിറ്റാണ് ഞാൻ എടുക്കാറുള്ളത്. അത് നിങ്ങളും പ്രാവർത്തികമാക്കുക. കയ്യിൽ കിടക്കുന്ന കാശ് പോക്കറ്റിൽ തന്നെ കിടക്കട്ടെ. ഇടയ്ക്കിടെ നമ്മുടെ വണ്ടി വൃത്തിയാക്കുകയും ചെയ്യാം, വൃത്തിയോടെ എവിടേക്കും പോവുകയും ചെയ്യാം. ഇനി മുതൽ അപ്പോൾ നമ്മൾ തന്നെ ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മുടെ കാറ് സ്വയം കഴുകുക. എപ്പോഴെങ്കിലുമൊക്കെ ഉള്ളൊന്ന് കഴുകണം എന്നുണ്ടെങ്കിൽ മാത്രം പുറത്തു കൊടുക്കുക. ഉള്ളും നമ്മൾക്ക് കഴുകാം, പക്ഷേ നമ്മളുടെ ക്ഷമയാണ് അതിന് വേണ്ടത് എന്ന് മാത്രം. സമയമില്ലാത്തവർക്ക് അത് നടക്കില്ലല്ലോ. എന്നാൽ ഇത് വളരെ എളുപ്പമായ മാർഗമാണ് ഈ കാണുന്നത്. ഇനി ഈ കാറ് നിറം വെച്ചോ എന്നതാവും. ആദ്യത്തെ പൊടിയൊക്കെ നിങ്ങൾ കണ്ടതാണല്ലോ. ഇപ്പോൾ തുടച്ച ശേഷം ഇതിൻ്റെ തിളക്കം നോക്കൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. എന്നാൽ ഭയപ്പെടേണ്ട അല്ലെങ്കിൽ വര വീഴും എന്ന ഒരു ആശങ്കയോ ഇല്ലാതെ തന്നെ കാറ് വൃത്തിയാക്കുകയും ചെയ്യാം. ഇടയ്ക്കിടെ വെള്ളത്തിൽ മുക്കണം എന്ന് വീണ്ടും ഓർമ്മിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ കാറ് കഴുകി വൃത്തിയാക്കുക. വീഡിയോ കണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൂടെ ചേരുക. അഷിത് വ്ലോഗ്.